ഞാനൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കൊമ്പന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ കുറിച്ചും ISL കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത്. പക്ഷേ നമ്മുടെ ഇവാൻ കോച്ച് പോയതോടെ, അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക ക്യാപ്റ്റൻ ലൂണ, സഹൽ, KP രാഹുൽ, ലെസ്കോവിച്ച്, നോഹ, അതുപോലുള്ള നമ്മുടെ ഒരുപാട് നമുക്ക് പ്രിയപ്പെട്ട പ്ലെയേഴ്സൊക്കെ ക്ലബ്ബ് വിട്ടതോടെ ഈ ISL ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് അങ്ങ് മെല്ലെ മെല്ലെ കുറഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ISL നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയൊരു സംശയം, ആശങ്കയൊക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ അതേ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സും പ്രേക്ഷകരും തമ്മിലുള്ള ഒരു അടി, പ്രതിഷേധം, അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് നാൾ മുന്നേ വരെ, അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ വരെ കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഡേവിഡ് കട്ടേലെ പോലുള്ള ക്വാളിറ്റി ഇല്ലാത്ത കോച്ചിനെയൊക്കെ കൊണ്ടുവന്ന് ആദ്യ സീസൺ മൊത്തം പടുകൂറ്റം തോൽവിയിലോട്ട് അങ്ങ് താന്നങ്ങ് പോയി എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ശോക അവസ്ഥയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അതിനുശേഷം നമ്മളെ എല്ലാവരെയും ഒരിക്കൽ കൂടി തിരിച്ചു വിളിച്ച് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ഒരുമിച്ച് കൂട്ടിയത് ദാണ്ട ഈ ഒരു ഒറ്റ മനുഷ്യൻ്റെ ഒരു കഴിവുകൊണ്ട് തന്നെയാണ്, ആഷ്ലി വെസ്റ്റ്ബ്രൂക്ക്. കേരളത്തിൻ്റെ രണ്ടാമത്തെ അശൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തൊക്കെ ആയിരുന്നാലും വൈകി വന്ന മഞ്ഞ വസന്തം പോലെ എന്നേക്കുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പിരിച്ചു വിടുന്നു എന്നൊക്കെ ഉള്ള ഒരു ന്യൂസും വാർത്തയൊക്കെ വരുന്നുണ്ട്. അതിലെത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം ISL ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്.